ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഡോൺ ബാക്കിൽ നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി മഴ പെയ്തു, നല്ല അടിപൊളിയായിട്ട് തകർത്ത മഴ പെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. കുറേ കാലത്ത് പെയ്ത മഴയായതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു ആശ്വാസമുള്ളൂ, ഒരു സ്വർഗം കിട്ടിയ ഫീലാണല്ലോ ഈ ചൂടത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ. ഞാൻ പ്രകൃതി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. എന്തായാലും നല്ല കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് എറണാകുളം പോകുന്നുണ്ട്. അതുകൊണ്ട് ചട്ടപ്പടയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. കറക്റ്റ് 10 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഞാനും അനിയനും കൂടിയാണ് പോണത്. അപ്പോൾ 10 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പണികളും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. എൻ്റെ അനിയനും ഇതുവരെയും ലുലു മാളും അതുപോലെ തന്നെ മറൈൻ ഡ്രൈവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ 8-ലോ 9-ലോ പഠിക്കുമ്പോഴാണ് ഇവർ മറൈൻ ഡ്രൈവ് കണ്ടതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാനും ശരിക്കും ഹോസ്റ്റലിലൊക്കെ പോയി, അതായത് എൻ്റെ കോളേജിലൊക്കെ പോയി നിന്ന് പഠിക്കുന്ന ടൈമിലാണ് എനിക്കും കുറച്ച് സ്ഥലങ്ങൾക്ക് കാണാനാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു അവസരം കിട്ടിയത്. ഞാൻ കണ്ടിട്ടുണ്ട്, എറണാകുളം അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അനിയത്തിക്കും അനിയനും അതിനുള്ള അവസരം ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോവാണ്. അവരാദ്യമായിട്ടാണ് ലുലുമാൾ കാണാൻ പോകുന്നത്. അപ്പോൾ അത് അയ്യേ എന്ന് തോന്നിക്കേണ്ട സംഭവമൊന്നുമില്ല കേട്ടോ. അയ്യേ ആദ്യമായിട്ടാണ് ലുലുമാൾ. ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമ്മളുടെ സാഹചര്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അത് നമുക്ക് അയ്യേ ആയിരിക്കാം, പക്ഷേ മറ്റുള്ളവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അത് അവർക്ക് ഭയങ്കര കാര്യമാണ്. അപ്പം ഞങ്ങളിന്ന് എറണാകുളം പോകാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, മഴ പെയ്തപ്പോൾ പ്രകൃതിക്കൊക്കെ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, എങ്ങനെയാണ് ആ ഭംഗിയെ വർണ്ണിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ഈറനണിഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, കവികളുടെ ഭാഷയിൽ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഒരു രീതിയിലായിരിക്കും ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ചെടിയൊക്കെ ഉണ്ടാവുക കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയില്ലേ, എനിക്ക് കുറച്ച് പോസിറ്റീവ് വൈബ് കൂടുതലുള്ള വ്യക്തിയായതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതേ നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചടപടയെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിനുള്ള ഒരു വെപ്രാളത്തിലാണ് ഞാൻ. കൂടുതലായിട്ടും ഒന്നും എനിക്ക് ഇപ്പോൾ വീഡിയോയിൽ പറയാനില്ല. നമ്മൾ നേരെ എറണാകുളത്തോട്ട് പോവാണ്. അതുകൊണ്ട് ഞാൻ ചെന്ന് വേഗം തന്നെ ഒന്ന് റെഡിയായി സെറ്റായിട്ട് വരട്ടെ കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 10:22 നമ്മൾ 10 മണിക്ക് ഇറങ്ങണമെന്ന് വെച്ചാണ്. ഒരു 20 മിനിറ്റ് നമ്മൾ ലേറ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാം. ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളിങ്ങനെ ഫോട്ടോ എടുത്ത് കാണിക്കാനായിട്ട് ശ്രമിക്കാം. അല്ലേ കൊഞ്ഞ? എക്സൈറ്റ്മെൻ്റ് ആണോ? എന്തിന്? ഞങ്ങൾ ആദ്യമായിട്ടാണ് ലുലുമാളിൽ പോണത്. അതിൻ്റെ ഒരു ഇതുണ്ട്, വേറെ ഒന്നുമില്ല. യെസ്, ഞാൻ രാവിലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലേ, അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞം പായം പൊളിച്ചിരിക്കണ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇവരുടെ കൂടെ പോണതിൽ. എനിക്ക് ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടാണ് ഞങ്ങൾ 3 കൂടി ഇങ്ങനെ ഇത്രയും ദൂരം പോണത്. എന്താണ് എവിടാ മച്ചക്ക് പോയിട്ടോ? ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പോയിട്ട് വരാം. ഈ വ്ളോഗർമാരുടെയൊക്കെ കഷ്ടപ്പാട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ അത്ര വലിയ വ്ളോഗർ അല്ലെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കണം, അതുപോലെ തന്നെ ഇവരുടെ ഒപ്പം നടക്കാൻ വേണമല്ലോ. ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ല പൊക്കി പിടിച്ച് നടക്കണതിൻ്റെ അല്ല, മീൻസ് ഇവരുടെ ഒപ്പം ഇങ്ങനെ സംസാരിച്ച് നടക്കണമെന്നുണ്ട്. വീഡിയോ എടുക്കണം. അപ്പോൾ നമ്മൾ റോഡ് നോക്കണം, വണ്ടി നോക്കണം, അതിനിടയ്ക്ക് വീഡിയോ എനിക്ക് എടുക്കണം. എന്നാലും എനിക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഒരു ബസ് വന്നു. നമ്മളതിൽ കയറി. മുട്ടൻ തിരക്കായിരുന്നു അതിൽ. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എറണാകുളം എത്തുന്ന സമയത്താണ് ഞാൻ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തത്. കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതെനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ പറ്റിയില്ല. തിരക്കിനിടയിൽ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ശോകമല്ലേ. അപ്പോൾ നമ്മൾ എറണാകുളം എത്തിയിട്ട് നമ്മളൊരു ഓട്ടോയ്ക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ ബ്രോഡ്വേയിലോട്ടാണ് കേട്ടോ വിടുന്നത്. അവിടെ നിന്ന് ചക്കരയ്ക്ക് ഒരു ജീൻസ് എടുക്കണം, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ എനിക്ക് കുറേ കടകൾ കയറി ഇറങ്ങി അത്യാവശ്യം നല്ല വിലക്കുറവിൽ അടിപൊളി ജീൻസ് എടുക്കണം എന്നുണ്ടായിരുന്നു. അനിയന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കടകൾ കയറി ഇറങ്ങാൻ. അവൻ എങ്ങനെയെങ്കിലും ലുലുമാളിലൊക്കെ ഒന്ന് എത്തി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയായതുകൊണ്ട് അധിക സമയം ഞങ്ങൾക്ക് അവിടെ കളയാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ജീൻസ് എടുത്ത് നമ്മൾ ഇറങ്ങിട്ടോ. അനിയത്തിക്ക് ഒരു ജീൻസും അമ്മയ്ക്ക് 2 ടോപ്പും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ ഫോൺ ഇപ്പോഴാണ് ഒന്ന് ശരിയായത്. എൻ്റെ ഫോണിൽ ഭയങ്കര ചൂട് കൊണ്ടിട്ട് ചൂട് കുറയാണ്ട് നിങ്ങൾക്ക് ക്യാമറ ഓണാക്കാൻ പറ്റില്ല എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടിരിക്കണമായിരുന്നു. ഈ വെയിലത്ത് നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫോൺ ഭയങ്കരമായിട്ട് ചൂടായിട്ടെ എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ സ്റ്റക്കായിട്ട് വരായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് എൻ്റെ ഫോൺ വന്നുകൊണ്ടിരുന്നത്. വെള്ളം വാങ്ങിച്ചു തരാം. അത് കടവും നിൽക്കട്ടെ, വെള്ളത്തിൻ്റെ വെള്ളം നിൽക്കട്ടെ. നമ്മൾ ബ്രോഡ്വേയിൽ വന്നേക്കായിരുന്നു ഡ്രസ്സ് എടുക്കാനായിട്ടോ.
അപ്പം അനിയത്തിക്ക് ഒരു ജീൻസും അമ്മയ്ക്ക് 2 ടോപ്പ് കൊടുത്തു കേട്ടോ. അനിയനോട് ജീൻസ് വേണോന്ന് വെച്ചിട്ട് അവന് വേണ്ട. അവന് വിഷ് കൈനീട്ടം കിട്ടിയ പൈസ സൂക്ഷിച്ച് വെച്ചേക്കണേ. എന്തിനോ എന്തോ തിന്നാനാന്ന് പറയണ്ട, പക്ഷെ അത് തിന്നണമില്ല. അതിന് എന്താണ് ഡ്രസ്സ് വാങ്ങിക്കണമില്ല. കണ്ടോ, ഈ ഒരു അവസ്ഥയിലാണ് ഭൂരിഭാഗം വീഡിയോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് കുറേ ഒന്നും ഇതിലിടുന്നില്ല. നമ്മൾ അവിടെ നിന്ന് പോകുന്ന MG റോട്ടിൽ നിന്ന് എടപ്പള്ളിയിലോട്ട് മെട്രോ കയറാനായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പിന്നെ വീഡിയോ എടുക്കാമെന്ന് പറയുന്നത് 1 ടാസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. ഇവരെ നമുക്ക് ടേക്ക് കെയർ ചെയ്യണം, വീഡിയോ എടുക്കണം, ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, എനിക്കിതൊക്കെ എടുക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ സഹിച്ചു. നമ്മളത് എടപ്പള്ളിയിലോട്ട് പോവാണ്. അതിന് വേണ്ടി നമ്മൾ എന്താ പറയുക, സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചക്കര ആദ്യമായിട്ട് എസ്കലേറ്ററിൽ കയറുന്നത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. എത്ര കയറാനുള്ള പേടി മാറിയോ ചക്കരെ? കുഴപ്പമില്ല. ഭയങ്കര പേടിയായിരുന്നു. ടിക്കറ്റുകളായിരുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്തുമാത്രം ടയേർഡാണെന്നുള്ളത്. അത് ഭയങ്കരമായിട്ട് ടയേർഡാവുന്നുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ഒന്നാമത് വെയിലിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതായത് ചൂടിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. എനിവേ നമ്മളത് ടിക്കറ്റൊക്കെ എടുത്തു. എടപ്പള്ളിയിലേക്ക് 3 ടിക്കറ്റ് എടുത്തു. നമ്മൾ മെട്രോ കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. 1 മിനിറ്റ് നമ്മളെ കറക്റ്റ് സമയമായിരുന്നു നമ്മൾ ചെന്നത് തന്നെ. പെട്ടെന്ന് തന്നെ മെട്രോ വന്നു. നമ്മൾ ഇതേ കയറി നമ്മൾ എടപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് മെട്രോയിൽ കയറിയത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് മെട്രോ കയറി കേട്ടോ. ഇവർ എപ്പോഴോ ട്രിപ്പൊക്കെ പോയപ്പോൾ കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അനിയൻ സ്കൂളിൽ നിന്നും അനിയത്തി സ്കൂളിൽ നിന്നും ട്രിപ്പ് പോയപ്പോൾ മെട്രോയിൽ കയറിയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവർ മെട്രോയിൽ കയറുന്നത്. അപ്പം അതിൻ്റെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. നമ്മൾ മെട്രോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു മെഷീൻ ഉണ്ടാവുമല്ലോ, ആ മെഷീൻ വഴിയും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ആ ഒരു എന്താ പറയുക സംഭവത്തിലൊക്കെ അനിയൻ്റെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു. അനിയൻ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ എൻജോയ്മെൻ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാട് ചളിയും കാര്യങ്ങളൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിലും ഭയങ്കര എന്താ പറയുക ഒരു വൈബായിരിക്കും. പക്ഷേ എനിക്ക് കുറേ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഇവരെനിക്ക് നോക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുത്തിട്ട് കുറേ മൂമെൻറ്റ്സ് ഒന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ എപ്പോൾ ഓഫ് ആക്കുന്നോ അപ്പോഴായിരിക്കും എന്തെങ്കിലും നല്ല ഫണ്ണി ആയിട്ടുള്ള മൂമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര അതെടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ അതേ നമ്മളുടെ ലുലു മാളിൻ്റെ എൻട്രിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മെട്രോ ഇറങ്ങിച്ചെന്നാൽ നേരെ ലുലു മാളിലോട്ട് കയറാനായിട്ടുള്ളൊരു എൻട്രി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിൽ കൂടിയാണ് അങ്ങോട്ടേക്ക് കയറുന്നത്. ഇതിൽ കൂടി കയറുമ്പോണ്ടല്ലോ എനിക്കൊരു ഫ്ലൈറ്റിൽ കൂടിയൊക്കെ നടക്കുന്നൊരു ഫീൽ വരും. അപ്പുറത്ത് ഫ്ലൈറ്റിൻ്റെയൊക്കെ ഒരു ഇതല്ലേ കൊടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടോയെന്ന്. ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കാണുമല്ലോ നമ്മൾ. ആ ഒരു ഇതുപോലെ എനിക്ക് തോന്നുന്നു. അതാണ് നമ്മുടെ ലുലു മാളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എടി ആ വെള്ളം ചക്കരുടെ കയ്യിൽ നമ്മൾ വെള്ളം കുടിച്ചൊരു കുപ്പി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കാലി ബോട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളോടത് അവിടെ ഇടാൻ പറഞ്ഞതാണ്. അവിടെ വേസ്റ്റ് ബിൻ ഉണ്ടായിരുന്നല്ലോ, അതിലിടാൻ പറഞ്ഞതാണ്. അങ്ങനെ ഇതേ നമ്മൾ ലുലു മാളിലോട്ട് കയറി കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ലുലു മാളിൽ വന്നത് എപ്പോഴാണെന്നറിയോ? ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ. ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഏതാ വർഷം? 2023 ഞാൻ ആദ്യമായിട്ട് ലുലു മാളിൽ വന്നത് കേട്ടോ. ഇതിൽ ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എന്താണ് സംസാരിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് നല്ലൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ആയിരുന്നു ചുറ്റും. അതുകൊണ്ടാണ് ഞാനിത് മ്യൂട്ട് ചെയ്യാമെന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വീണ്ടും എസ്കലേറ്റർ കയറി. ചക്കരിക്ക് ഇപ്പോഴും പേടി മാറിയിട്ടില്ല കേട്ടോ. അവളുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ താഴെ വീണു. അവൾ ആവശ്യമില്ലാണ്ട് പേടിക്കുകയാണ്. പക്ഷേ അവൾ വീഴോ എന്നുള്ള രീതിയിലാണ് അവൾ കയറുന്നത്. അപ്പോൾ നമ്മൾ വീഴുമല്ലോ. എൻ്റെ അവസ്ഥയും ഇതിനേക്കാൾ വലിയ പരിതാപകരമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കയറിയപ്പോൾ ഇതിനേക്കാൾ വലിയ പരിതാപകരമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞതേ നമ്മൾ ഗെയിമിംഗ് സെക്ഷനൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു കേട്ടോ. ഇവർക്ക് ഗെയിമിങ്ങിൽ കയറണം എന്നുള്ളത് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായതായി എനിക്ക് തോന്നിയായിരുന്നു. അനിയന് പ്രത്യേകിച്ച്. സ്വാഭാവികമാണല്ലോ. പക്ഷേ നമ്മൾക്ക് അത് അഫോർഡബിൾ അല്ലാത്തത് കൊണ്ടും പിന്നെ നമ്മളത് അങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ലല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ
നമുക്ക് ഇതിൽ കയറാൻ പറ്റില്ല, ഫുഡ് കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ നല്ല വിശപ്പുണ്ടായിരുന്നു, എനിക്ക് നല്ല വിശപ്പെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ നമ്മൾ മിനറൽ വാട്ടറും വാങ്ങിച്ചതല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർക്ക് ഇതൊക്കെ കാണാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനത്തെ വിശപ്പൊക്കെ ഇങ്ങനെ അടക്കി സഹിച്ച് നിന്നു. ഇവർക്കും നല്ല രീതിയിലേക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഞങ്ങൾ മുകളിലത്തെ ഏറ്റവും മുകളിലോട്ടൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് വന്നപ്പോൾ അനിയൻ പറഞ്ഞു ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ അവിടത്തുള്ള ആ ഒരു കടകളിലെല്ലാം കയറി നോക്കി. പക്ഷേ നല്ല ഒടുക്കത്തെ റേറ്റായിരുന്നു. അത് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിശപ്പ് തീരുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം വിശപ്പ് തീർന്ന് വയറ് നിറയണം എന്നൊന്നുമില്ല, തൽക്കാലത്തേക്ക് വിശപ്പ് നടക്കാനായിട്ടുള്ള സെറ്റപ്പ് കിട്ടിയാൽ മതി എന്നായിരുന്നു എനിക്ക്. പക്ഷേ അനിയന് അങ്ങനെയല്ല, അനിയന് ഫുഡ് കഴിക്കുമ്പോൾ നന്നായിട്ട് വയറ് നിറയണം, അതവന് നിർബന്ധമുള്ള കാര്യമാണ്. അത് വീട്ടിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് മുകളിലോട്ടല്ലല്ലോ താഴത്താണല്ലോ ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഫുഡ് കോർട്ടിൽ വന്നിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുകയാണെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. താഴെ പോയി ഫുഡ് കോർട്ടിൽ നിന്ന് പോയിട്ട് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരും. എല്ലാം തെറ്റിപ്പോകാനുള്ള പറയുന്നത്. താഴെ പോയി ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് നമ്മൾ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് നന്നായിട്ട് കഴിക്കും. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചെയ്യാറ്. അതുപോലെ തന്നെ ഇപ്പോഴും ചെയ്യുന്നു. ചക്കരതേ കാര്യമായിട്ടുള്ളൊരു ഫോൺ കോളിങ്ങിലാണ് കേട്ടോ. അതെന്താണെന്നുള്ളത് എനിക്കറിയാം. അവൾ കുറച്ച് ടെൻഷനിലുമാണ്. അത് ഞാൻ പോകെ ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പം തന്നെ ഞാനത് പറയുന്നില്ല. ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടോ, കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. മൊത്തം ഭയങ്കര എന്തോ ഒരു ശബ്ദമൊക്കെ ആയതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തു. ഇപ്പോൾ ഇതേ നമ്മൾ ഫുഡ് കോർട്ടിലല്ല ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവാണ്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും താഴെ ചെന്നിട്ട് ഞാൻ വിചാരിച്ചു ഏറ്റവും താഴെയാണ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ മറന്നു പോകും ഈ ഒരു സംഭവങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇതേ കാർ പാർക്കിങ്ങിൻ്റെ അവിടെയാണ് എത്തിയത്. എന്നിട്ട് നമ്മൾ വീണ്ടും എസ്കലേറ്റർ കയറി മുകളിൽ പോയി അവിടെ നിന്ന് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലെത്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ വെച്ചേക്കണ മാനും സംഭവങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് വീണ്ടും വരുമ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്നോ, മുമ്പ് ഇതിവിടെ ഉണ്ടായിരുന്നോ അങ്ങനെ തോന്നുന്നു എനിക്ക്. പിന്നെ എനിക്ക് മറ്റേ ഡ്രാഗൻ്റെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഡ്രാഗൺ, പിന്നെ കുറച്ച് റോബോട്ടായിട്ടുള്ള എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് സ്റ്റാച്ചു പോലത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതൊന്നും അധികം എനിക്ക് ഇവരെ കാണിക്കാൻ പറ്റില്ല. കാരണം ആ ഭാഗത്തോട്ട് പോയില്ല. അത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഭാഗത്തോട്ട് നമ്മൾ പോയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതേ ഹൈപ്പർ മാർക്കറ്റ് എത്തി. നമ്മൾ ബാഗ് മറ്റേ ഇവർ ഇതാക്കിയിടുമല്ലോ, അതിനെന്താ പറയണമെന്ന് എനിക്കറിയില്ല, അങ്ങനെ അതാക്കാൻ കൊടുത്തേക്കാണ്. ബാഗ് കൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. ഏറ്റവും അവസാനം നമ്മൾ ബാഗൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി. അവിടെ ചെന്നപ്പോൾ അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. പക്ഷേ എനിക്ക് അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് നല്ല ഓർമ്മകളായിട്ടുണ്ടാവുക. കുറേ കാലം കഴിഞ്ഞ് ഈ വീഡിയോ ഞാൻ പിന്നെയും കാണുമ്പോൾ എനിക്കിതൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ ആയിട്ട് തോന്നാം. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തതിന് എനിക്കൊരു വിഷമം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞത്. ഇവരൊന്നാമത് എൻ്റെ ബാക്കിലാണ് ഗൈസ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവരുടെ എക്സൈറ്റ്മെൻറ്റും ഇവരുടെ ഫേസ് എക്സ്പ്രഷൻസും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മളത് എന്തായാലും നമ്മുടെ ഫുഡിങ്ങിലുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. നമ്മൾ വാങ്ങിച്ച എന്താണ്, ഒരു പൈനാപ്പിൾ ബ്രൗണി പോലത്തെ സാധനം. എടുത്താൽ മതി. നമുക്കിതെടുക്കാമെന്നാണ് വിചാരിക്കണത്. ഇത് അമ്മക്കാണ്, അമ്മ കഴിച്ചതിൻ്റെ അപ്പം നമ്മൾ ആ പൈനാപ്പിൾ ബ്രൗണി പോലത്തെ ഒരു സംഭവമില്ലേ, അത് കുറച്ച് അതിൻ്റെ ഒരു ചോക്ലേറ്റ് വരുന്നൊരു വേർഷനാണ് നമ്മളെടുത്തത്. അതെടുത്തത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഇവിടെ വന്ന്, അതായത് വീട്ടിൽ വന്ന് അത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കായിരുന്നു എന്ന് തോന്നി. ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് എടുക്കായിരുന്നു എന്ന് എൻ്റെ മനസ്സിൽ തോന്നി കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ഷവായി ചിക്കനും അതുപോലെ തന്നെ 2 ബ്രോസ്റ്റഡ് പീസുമാണ് നമ്മൾ വാങ്ങിച്ചത്. അത് വാങ്ങിച്ച് നമ്മൾ മുകളിൽ പോയിരുന്ന് കഴിക്കാൻ പോവാണ്. ബില്ലടിക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ? കാണാം. ലുലു മാളിൽ വരുമ്പോൾ എല്ലാവർക്കും ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യം ഇതായിരിക്കും കേട്ടോ. സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ബില്ലടിക്കാൻ നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, എൻ്റെ പൊന്നെ ഒടുക്കത്തെ ക്യൂ ആയിരിക്കുള്ളൂ. പക്ഷേ ഇന്നെന്തോ അത്ര വലിയ ക്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എന്നാലും എൻ്റെ അനിയൻ്റെ മുഖം ഇത് എപ്പോഴെത്താനാ അവിടെ ചെല്ലുമ്പോഴേക്കും ഇത് എന്താവും എന്നുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ബ്രോസ്റ്റഡ് കഴിക്കുമ്പോൾ എൻ്റെ വിശപ്പ് മാറും എന്ന്
എനിക്കറിയായിരുന്നു. അനിയത്തി പറയുന്നത് എൻ്റെ വിശപ്പ് മാറില്ല എന്നാണ് പറയുന്നത്. അനിയന് ആ ഒറ്റയ്ക്കൊരു ഷവായി വേണമെന്നുള്ളത് ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷെ എനിക്കറിയായിരുന്നു അത് അവൻ കഴിക്കില്ലെന്ന്. അതുകൊണ്ട് ഞാൻ വെറുതെ ഫുഡ് വേസ്റ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് തന്നെ വാങ്ങിച്ചുള്ളൂ. നമുക്ക് നോക്കാം, ഇനി വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദേ ഇവർ ഫുഡ് കഴിക്കുന്ന ഒരു രംഗമാണ് ഞാൻ എടുത്തത്. അനിയൻ ഇതാദ്യമായിട്ടാണ് ഈ ഷവായി കഴിക്കുന്നത്. അപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇവനിത് മൊത്തം കഴിച്ച് തീർക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കറിയാം അത് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. അതുപോലെ തന്നെ അവനത് മൊത്തം കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അവൻ അത്യാവശ്യമൊക്കെ കഴിച്ചു. എങ്ങനെയുണ്ട് കുഞ്ഞാ ഫുഡ്? ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചാണ്, പക്ഷെ വീഡിയോ അടക്കം മറന്നുപോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ആത്മാവ് എടുത്തിട്ടുണ്ട് അവൻ. ഇങ്ങനെയുണ്ട് ഫുഡ്. മത്ത് പിടിച്ചു. ഇവരെനിക്ക് വേണ്ടി ഇതൊന്നും കൂടി റീടേക്ക് ചെയ്ത് പറഞ്ഞു. കാരണം നീ ഒന്നും കൂടി എടുക്കാൻ പറഞ്ഞു. ഒന്നാമത്തെ തവണ ഞാൻ അവരോട് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ വളരെയധികം ആത്മാർത്ഥമായിട്ട് എനിക്ക് മറുപടി തന്നതാണ് കേട്ടോ. പക്ഷേ ഞാനത് വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി. അതുകൊണ്ട് രണ്ടാമത്തേത് ആർട്ടിഫിഷ്യലായിട്ടുള്ള മറുപടിയാണ് നിങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മളത് ലുലുമാളിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കാക്ക കരയുന്ന ശബ്ദമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് കേൾക്കാം എന്നുണ്ടെങ്കിൽ അത് ഞാനിവിടെ വീട്ടിൽ വന്ന് വോയിസ് ഓവർ ചെയ്യുമ്പോൾ കേൾക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ലുലുമാളിൻ്റെ അകത്തുള്ള കാക്കയൊന്നുമല്ല. എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു നാട്ടിൻപുറമാണ്. ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നൊക്കെ നോക്കി, പക്ഷേ ഒരു രക്ഷയുമില്ല. അങ്ങനെ ദേ നമ്മൾ പുറത്തേക്ക് കടന്നു. ഇനി നമ്മൾ പോകാമെന്ന് വിചാരിക്കുന്നത് മറൈൻ ഡ്രൈവിലോട്ടാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് വാട്ടർ മെട്രോ കയറണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ ആഗ്രഹമല്ല, അവരുടെ ആഗ്രഹമാണ്. കാരണം അവരിതുവരെയും കയറിയിട്ടില്ല. ഇനി നല്ലൊരു ഗുഡ് എക്സ്പീരിയൻസ് ആണ് വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. അധികം നിസ്സാര പൈസക്ക് നമുക്ക് കായലിൽ കൂടി പോകാമല്ലോ. ഈ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് പക്ഷേ എന്താ പറയുക, ലൈറ്റൊക്കെ ഇട്ട് രാത്രി കാണാനായിട്ട് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതേ നമ്മൾ മെട്രോയിൽ ടിക്കറ്റ് എടുക്കുന്ന ഈ ഒരു രംഗമാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ മുമ്പ് പറഞ്ഞു എന്നെനിക്കറിയില്ല. ഈ ഒരു മെഷീനിലിട്ടിട്ട് ഞാനിങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇവർ കാണുന്നത്. അതായത് ഞാൻ ബുക്ക് ചെയ്യുന്നതല്ല, ഇങ്ങനൊരു സംഭവം അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവരുടെ ഫേസിലുണ്ടായിരുന്നു. ആ കുഞ്ഞൻ അവിടെ നിന്നിട്ട്, കുഞ്ഞൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനാണ് കേട്ടോ, അവിടെ നിന്നിട്ട് ആ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ കൈയിടുന്നതുണ്ടോ. അവിടെ നിന്നാണ് ബാക്കി പൈസ വരണതെന്ന് അവൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പൈസ എന്താ വരാത്തേ എന്നവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 3 മഹാരാജാസാണ് നമ്മളെടുത്തത്. ടോട്ടൽ എത്രയായി, 90 രൂപ എന്തോ ആയി. പക്ഷേ അനിയത്തി പറയുന്നുണ്ട് ബസ്സിന് മുമ്പ് ഇത്രയും കാശാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബസ്സിന് മുമ്പ് അത്രയും കാശാവത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മെട്രോ പോകുന്നത് വേറൊരു ഫീൽ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു മെട്രോ തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതേ അപ്പോൾ നമ്മളിതേ ഇപ്പോൾ ലുലുമാളിൽ നിന്നൊക്കെ ഇറങ്ങി മറൈൻ ഡ്രൈവിലോട്ട് മറൈൻ ഡ്രൈവിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഒരു സാധനം മനസ്സിലായില്ല കേട്ടോ. മറൈൻ ഡ്രൈവിലോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ചക്കരയുടെ റിസൾട്ട് ഇന്ന് വരുന്നതാണ്. ചക്കര പ്ലസ് ടുവിലാണല്ലേ, ചക്കര പ്ലസ് ടുവിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഇന്നാണ് അവളുടെ റിസൾട്ട് വരുന്നത്. നോക്കണം. വലിയ മാർക്കൊന്നുമില്ല. എന്തായാലും മാർക്ക് ഈ ഒരു വ്ളോഗിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തേട്ടോ, എത്രയാണ് എങ്ങനെയാണ് മാർക്ക് എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഇത്ര നേരം അങ്ങനെ മര്യാദക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഇവർ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവരൊന്ന് ടേക്ക് കെയർ ചെയ്യണമല്ലോ, ആ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടയേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നുണ്ട്. എനിക്ക് തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ഭാഗവും വോയിസ് ഓവർ ആയിരിക്കും ഇതിൽ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ വർത്താനം പറയുന്നതൊക്കെ കുറവായിരിക്കും. അങ്ങനെ അതേ മെട്രോ ഇറങ്ങി നമ്മൾ മറൈൻ ഡ്രൈവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാരാജാസ് കോളേജിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. പേര് കേൾക്കുന്ന പോലെ നമ്മൾ ആ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ അല്ല കൊണ്ടു നിർത്തുന്നത്. കുറച്ച് നടക്കാനുണ്ട് കോളേജിലോട്ട്. ഇവർ പേര് കേട്ടപ്പോൾ വിചാരിച്ചത് കോളേജിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് മെട്രോ നിർത്തുമെന്നൊക്കെയാണ് കേട്ടോ. നമ്മൾ മറൈൻ ഡ്രൈവ് എത്തിയിട്ടുണ്ടോ. കുറച്ചും കൂടി തണലായിരുന്നെങ്കിൽ അടിപൊളി ആയാനെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി തണൽ വേണമായിരുന്നു. എന്താണ് കിടന്ന് കാണിക്കണേ. കുറച്ച് വെയിലായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ കാറ്റ് ഉണ്ടെങ്കിലും നമ്മൾ വെയിലിൻ്റെ ആ ഒരു ശക്തി അറിയത്തില്ല. കടപ്പുറത്തൊക്കെ നമ്മൾ വെയിലത്ത് പോയിട്ടുണ്ടെങ്കിൽ കാറ്റുള്ളതുകൊണ്ട് അധികം ഇതാവത്തില്ലല്ലോ. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ അതേ നമ്മൾ മറൈൻ ഡ്രൈവ് എത്തിയിട്ടുണ്ട്. ഭയങ്കര വെയിലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കധികം വെയിൽ ഫീൽ ചെയ്തില്ല. നടന്നു വരുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെയിലിൻ്റേതായ. അനിയൻ്റെ പല മുഖഭാവങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട് എന്നിരിക്കും. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ അങ്ങനെ ഒരു പയ്യനാണ്.
അപ്പോൾ ഞങ്ങളിത് അവൽ മിൽക്ക് ഷേക്കാണ് ഈ കുടിക്കുന്നത് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാനത് ഓർക്കുന്നത്, ഞാനതൊക്കെ മറന്നുപോയി. അവൽ മിൽക്ക് ഷേക്കൊക്കെ നമ്മൾ കുടിച്ചു. ഞാൻ കുടിച്ചില്ല, ഞാൻ കുടിച്ചത് ബൂസ്റ്റ് കുടിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ല അമ്മനോട്, ഞാൻ പറഞ്ഞില്ല 3A+ വാങ്ങിച്ച് 3A+ എന്തായാലും വാങ്ങിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല അമ്മനോട്. 3 മലയാളത്തിന് ഫുള്ളുണ്ട്. ചക്കരയുടെ റിസൾട്ട് വന്നിട്ടോ 87% മാർക്കുണ്ട്. അതിന്റെ സന്തോഷമാണ്. അവളെങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കണമായിരുന്നു 87% റിസൾട്ട് കിട്ടാനായിട്ട്. ഇംഗ്ലീഷിന് B+ ആയിപ്പോയി, അതിനെക്കുറിച്ച് വിഷമത്തിലാണ്. പക്ഷെ ഇനി കഴിഞ്ഞത് ഓർത്ത് നമ്മൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ചക്കരയ്ക്ക് നിസ്സാരം മാർക്കിന് എന്താണ് ഗ്രേഡ് മാറിപ്പോയത്, അതായത് കിട്ടേണ്ടത് B+ ആയി പോയത് കേട്ടോ ഇംഗ്ലീഷിന്. അപ്പോൾ അവൾ അത് തന്നെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ അനിയൻ പറയാണ്, നിനക്ക് എത്ര കിട്ടിയാലും മതി വരൂലേ എന്തൊക്കെയോ ചോദിച്ചാൽ അവൻ അവളെ വഴക്ക് പറയുന്നുണ്ട്. അവൻ്റെ പ്രായം അതാണല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ അത് മൈൻഡ് ആക്കുന്നില്ല. പക്ഷേ ചക്കരയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇനി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ കിട്ടിയത് കിട്ടി, ഇനി മുന്നോട്ട് എന്തെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ 87% എന്ന് പറയുന്നത് വളരെ നല്ല മാർക്ക് തന്നെയാണ്. നമ്മൾ വെറുതെ ഈ പരീക്ഷക്കാരൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ മൂഡ് കളയണ്ട. അപ്പോൾ ഇതേ നമ്മൾ ബൂസ്റ്റൂലിക്ക് അടിക്കാൻ കേട്ടോ. ഇത് അനിയത്തിക്കും അനിയനും വേണ്ടിയിട്ടാണ് തയ്യാറാക്കണം കേട്ടോ അവർ. ഞാൻ കുടിച്ചതാണ്, ഞാൻ വന്നപ്പോൾ തന്നെ ബൂസ്റ്റൂലിക്കാണ് കുടിച്ചത്. എനിക്ക് അവൽ മിൽക്ക് ഷേക്ക് കുടിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ വെയിലത്തൊക്കെ വന്ന് ഈ ഒരു സംഭവം കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ ഒരു പ്രത്യേക ഫീലാണ്. ഞാൻ എപ്പോൾ മറൈൻ ഡ്രൈവ് വന്നിട്ടുണ്ടെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നൊരു സംഭവമാണ് ബൂസ്റ്റൂലിക്ക്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അവർ അവൽ മിൽക്ക് ഷേക്കും കുടിച്ചു, ബൂസ്റ്റൂലിക്കയും കുടിച്ചു കേട്ടോ. അവരെന്നോട് പറഞ്ഞത് അവൽ മിൽക്ക് ഷേക്കിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ബൂസ്റ്റൂലിക്കാണെന്നാണ്. ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി നേരെ വാട്ടർമെട്രോ കയറി വൈപ്പിനി പോകട്ടോ. എന്നിട്ട് വൈപ്പിനിയിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് വരാൻ പറ്റും, അതായത് കുഴിപ്പള്ളിയിലോട്ട് നമുക്ക് വരാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ സമയം കുറവും മതി, നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് വീട്ടിലെത്തുകയും ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. ക്യൂ ആണ് ഗൈസ് ഇവിടെ. ഇപ്പോൾ നമ്മൾ വാട്ടർ മെട്രോ കയറാൻ നിൽക്കുകയാണ്. ഏകദേശം 3 മണിക്കൂറോളം നമ്മൾ ക്യൂ നിന്ന്. എന്തായാലും ഇപ്പോൾ ക്യൂ നിന്നാൽ എനിക്ക് ഇറങ്ങി പോകാനൊക്കെ തോന്നിയിട്ടോ. ബസ്സിന് പോയിരുന്നെങ്കിൽ ഇപ്പോൾ എത്തിയാനേന്നൊക്കെ തോന്നി. പക്ഷെ എന്തായാലും വാട്ടർ മെട്രോ കയറാൻ വന്നതല്ലേ, കയറിയിട്ട് പോകാൻ വെച്ചു. ഇവരിതുവരെയും ഈ സംഭവത്തിൽ കയറാത്തതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഇത്ര ക്യൂ നിന്നിട്ടുണ്ടെങ്കിലും കയറിയിട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിന്നേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു വമ്പൻ ടിസ്റ്റ് ഉണ്ടായി. വൈപ്പിലേക്ക് ഇന്ന് മെട്രോ ഇല്ല എന്നവർ പറഞ്ഞു, ഇന്ന് ഷെഡ്യൂൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ബസ് പിടിച്ച് നമ്മൾ കുഴിപ്പുള്ളിലോട്ട് പോന്നു. ഞാൻ വിചാരിച്ചു ഫോർട്ട് കൊച്ചിയിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു പോകുന്നാലോ എന്ന്, പക്ഷെ നമുക്ക് അതിനുള്ള ടൈമില്ല. അതുകൊണ്ട് ഞാൻ പോകും. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം ഒരു 6 മണിയായിട്ടുണ്ട് കേട്ടോ. സമയം കഴിഞ്ഞ് 6 മണിയായി. നമ്മളോട് 4 മണിക്ക് വീട്ടിൽ മിണ്ടല്ലേ, 4 മണിക്ക് വീട്ടിലെത്തണം എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 6 മണിയായി. നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ചുപിടിക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പവർ സേവ് ഇല്ലേ, പവർ മോഡ് ഓണാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് എൻ്റെ ഫോണിൽ 1% ചാർജുള്ള പ്രൂഫാവെന്ന് അറിയില്ല. ചാർജ് കുറവായതുകൊണ്ട് എൻ്റെ ഫോണിലെ ക്യാമറ ഓൺ ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലെ ക്യാമറയിലാണ് ഇതൊക്കെ അങ്ങനെ നമ്മൾ വീടെത്തി ഗൈസ്. വീടെത്തിയപ്പോൾ ഒരു സമാധാനം, സന്തോഷം ഒക്കെ. നമുക്ക് എവിടെയെങ്കിലും പോയി വന്ന് വീട് കാണുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ. വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷായിട്ട് എനിക്കൊന്ന് ഇത്തിരി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വെയിലത്തുനിന്ന് വന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചപ്പോൾ തന്നെ എൻ്റെ ടയേർഡൊക്കെ മാറിയിട്ടോ. പക്ഷേ അനിയത്തിയും അനിയനും എന്നെക്കാളും ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം നമ്മൾ അമ്മയ്ക്ക് 2 ഡ്രസ്സ് എടുത്തെന്ന് പറഞ്ഞില്ലേ, 2 ടോപ്പാണ് എടുത്തത്, ചുരിദാർ ടോപ്പ്. അത് അമ്മ ഒന്ന് ഇടം കുറച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും കൂടി ഒന്ന് ഷേപ്പാക്കാനുണ്ടായിരുന്നു. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു കുഞ്ഞ് ട്രാവൽ വ്ളോഗ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് എറണാകുളം കണ്ടുവന്നു, അത്രയേ ഉള്ളൂ. അനിയത്തിയും അനിയനും കാണാത്ത കുറച്ച് കാര്യങ്ങൾ കാണിച്ചു. ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.